ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിന് അഭിനന്ദന പ്രവാഹം തുടരുകയാണ്. വിവിധ മേഖലയിലുള്ളവർ മോഹൻലാലിന് ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഭരണ രാഷ്ട്രീയ രംഗത്തുള്ളവർ മോഹൻലാലിന് അഭിനന്ദനം അറിയിച്ചിരുന്നു. മോഹൻലാലിന് അഭിനന്ദനവുമായി ഇന്നും രാഷ്ട്രീയ നേതാക്കൾ. മോഹൻലാലിന്റെ ഈ നേട്ടം മലയാളത്തിന്റെ, കേരളത്തിന്റെ ആവേശകരമായ ഒരു നേട്ടം തന്നെയാണ്. മോഹൻലാലിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അവാർഡിന് മോഹൻലാൽ അർഹനാകുക എന്ന് പറഞ്ഞാൽ 100% അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന ഈ അംഗീകാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പങ്കുചേരുന്നു. സിനിമാ സാംസ്കാരിക മേഖലയിൽ നിന്ന് പ്രിയ താരത്തിന് ആശംസകൾ തുടരുന്നു. മോഹൻലാലിനും മലയാള സിനിമയ്ക്കും ലഭിച്ച അർഹിക്കുന്ന അംഗീകാരമെന്ന് സഹപ്രവർത്തകർ. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനകരമായ ഏറ്റവും വലിയൊരു മുഹൂർത്തമായി ഞാനതിനെ കാണുകയാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ പുരസ്കാരം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഓരോ മലയാളിക്കും ലഭിച്ചതാണ്. ഒത്തിരി ഡിസേർവിംഗ് ആണ്. ആക്ച്വലി ഇത്രയും വലിയൊരു അവാർഡ് എന്ന് പറയുന്നത് തന്നെ, ഇതിലും ഡിസേർവിംഗ് ആയിട്ടുള്ള വേറൊരു നടൻ ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ വർഷങ്ങളായിട്ട് കാണുന്ന മോഹൻലാൽ എന്ന് പറയുന്നൊരു നടനോടുള്ളൊരു കൊതി എന്ന് പറയുന്നത്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ഈ പരമോന്നത ബഹുമതി മോഹൻലാൽ സാറിന് കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. മമ്മൂട്ടി ഉൾപ്പെടെ മോഹൻലാലിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു. മോഹൻലാലിനെ ഗവർണർ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചു. അനുപമമായ കലാജീവിതത്തിനുള്ള അംഗീകാരമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസ. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.